കൂട്ടുകാരെ, കണ്ടന്റുകൾ ഒരുപാട് അധികമായിപ്പോയി മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യലേ രക്ഷയുള്ളൂ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരു ഡെയിലി വ്ളോഗ് കൂടെ നിങ്ങൾ സഹിക്കണം. പിന്നെ ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബുധനാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് രാഗീൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. രാഗി നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസിൽ നമ്മൾ രാഗിയുടെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതേപോലെ ആ ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ. നമ്മളുടേതൊരു ഹൈജീനിക് ആയിട്ടുള്ള പ്രീമിയം രാഗി പൗഡറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല ക്വാളിറ്റി രാഗി മേടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വാളിറ്റി രാഗി തന്നെ നമ്മൾ മേടിക്കണം. മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാഷ് ചെയ്യലാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്ത വാഷാണ് നിങ്ങൾ കണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് ഞമ്മണ്ടിയിട്ട് ഇതിലുള്ള എല്ലാ അഴുക്കുകളും നമ്മൾ വൃത്തിയാക്കി പോക്കണം. അപ്പോൾ ഈ ടൈപ്പിലൊരു 5 തവണ 6 തവണ 7 തവണ വാഷ് ചെയ്താൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള രാഗി കിട്ടുള്ളൂ. ഈ വീഡിയോയിൽ രാഗിയുടെ കഴുകലിൻ്റെ സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ സൗണ്ട് കൊടുക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. കാരണം ഞാൻ ലൈവായിട്ടുള്ള ക്ലാസ് കൊടുക്കാറുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിന്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓരോ ജോലികൾ തീർത്ത് വെയിലിന് ചൂട് പിടിച്ചതറിഞ്ഞില്ല. പിന്നെ നമ്മുടെ ലോണിലുള്ള പുല്ലുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് ലോൺ കയ്യേറിയ ഒരു ഐറ്റത്തിനെയാണ് കാണിക്കാൻ പോകുന്നത്. പെന്നിവർട്ട് എന്ന് പേരുള്ള ചെടിയാണ് ഇത്. തമിഴ്നാട്ടുകാർ കഴിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് നല്ല ഒന്നാന്തരം കളയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ പോട്ടിൽ വെള്ളം നിറച്ചത് അവിടെ ഒരു സൈഡിൽ വെച്ചതായിരുന്നേ. അത് എൻ്റെ ശ്രദ്ധ കുറഞ്ഞപ്പോൾ അതങ്ങ് കയറി മൊത്തം നമ്മുടെ മുറ്റത്തും ലോണിലും ഒക്കെ ഇത് കയറി അങ്ങ് പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലോണിൽ നമ്മൾ സാധാരണ വയ്ക്കുന്ന ആ പുല്ലിനെയൊക്കെ ഇത് നശിപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർട്ടിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻസായിട്ട് രേഖപ്പെടുത്തണേ. മുറ്റത്തോടെ ഇങ്ങനെ വെറുതെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കിട്ടുന്ന മാക്സിമം നമ്മുടെ ശംഖുപുഷ്പമൊക്കെ കളക്ട് ചെയ്ത് വെക്കും. അത് 2 തണലിലിട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് തന്നെ അത് ബ്ലൂ ടീ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഡെയിലി കഴിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ബ്ലൂ ടീ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇടയ്ക്ക് നല്ലൊരു കാറ്റടിച്ചപ്പോൾ നമ്മുടെ തോട്ടവാഴകളൊക്കെ വീണു പോയിരുന്നു. നിറയെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടൊരു നല്ല വെയിലില്ലാത്തതുകൊണ്ട് പൂക്കൾക്കൊന്നൊരു ഭംഗിയില്ലാതായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മാസങ്ങൾ ഇവരുടേതാണ്. നല്ല വെയിലിൻ്റെ മാസങ്ങളിൽ നിറയെ പൂക്കളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയ കുന്നം വാഴ കൃഷി നിങ്ങളെന്ന് കാണിക്കാമെന്ന് കരുതി പറമ്പിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ കൊല ഏകദേശമൊക്കെ മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മൂപ്പെത്തി തുടങ്ങിയാൽ നമ്മൾ ഈ തട്ടയങ്ങ് ഒടിച്ച് കളയും. അപ്പോൾ തട്ടയൊക്കെ ഒടിച്ച് വെച്ചു. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ തട്ട ഉപ്പേരി വെച്ചാൽ. പയറ് കൂട്ടിയൊക്കെ ഉപ്പേരി വെക്കും, അല്ലാതെയും വെക്കും. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിത്യമുള്ളൊരു കലാപരിപാടിയാണ് നമ്മുടെ മുളക് വറക്കൽ. അപ്പോൾ ഇന്ന് കുറച്ചധികം മുളകായിപ്പോയി. കാരണം നമുക്ക് ഡെയിലി പറിച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ല. ഇതൊരു ടാസ്ക് തന്നെയാണ് മുളകുള്ളത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത്. തലയിങ്ങനെ കുനിച്ചിട്ടിങ്ങനെ പറിച്ചെടുക്കണ്ടേ, നല്ല പെയിൻ എടുക്കും. അപ്പോൾ കുറേയെല്ലാം പറിച്ചെടുത്തു. നമുക്കിന്നൊരു കല്യാണ പാർട്ടി ഉണ്ട്. അതുകൊണ്ട് വേഗം വേഗം ജോലിയൊക്കെ തീർക്കുകയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള കുറേ മുളകുകളുണ്ട് കേട്ടോ. ഞാനിതിനൊക്കെ സ്വന്തമായിട്ട് ഓരോ പേരിടുന്നതാണ്. പിസ്ത മുളക്, ഗത മുളക്, പിന്നെ സുന്ദരി മുളക്, അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ ഇട്ട പേരാണ്. മത്തൻ മുളക്, അത് കുമ്പളമുളക്, അങ്ങനെ പല പല പേരുകൾ. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം നമ്മൾ ശംഖുപുഷ്പവും ഇതൊക്കെ പറിച്ച് വെച്ചു. അങ്ങനെ വേഗം വേഗം നമ്മൾ ജോലികളൊക്കെ തീർത്തു. പിന്നെ ഇതിലൊരു വയലറ്റ് മുളകുണ്ട് കേട്ടോ. 2 വയലറ്റ് സുന്ദരി മുളകുകളുണ്ട്. അതും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതാണ് ഇത്. പണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് പോയൊരു മുളകായിരുന്നു. അത് ഈ വർഷം പിടിച്ച് കിട്ടി. ഭയങ്കര സന്തോഷം. പിന്നെ ഇത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള മറ്റൊരു മുളക്. ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. പിന്നെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ പോയൊരു വർഷമാണിത്. അതൊന്നും സാരമില്ല, നമുക്കെല്ലാം പിടിപ്പിച്ചെടുക്കാമല്ലോ. ഇതാണ് തക്കാളി മുളക് കേട്ടോ. പിന്നെ പേരറിയാത്ത കുറേ മുളകുകൾ. ഇതിനൊന്നും ഞാൻ പേരും ഇട്ടിട്ടില്ല. ഇതിനിടയിൽ നമ്മുടെ കുളിയും ഒക്കെ കഴിഞ്ഞു.
നമ്മളെല്ലാവരും കൂടെ ഒരു മാരേജ് ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞല്ലോ വീടിനടുത്തുള്ള അനിയേട്ടൻ്റെയും ശ്രീജ ടീച്ചറുടെയും മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അത് അടിപൊളി ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുള്ളിരുന്ന് കണ്ടു. പിന്നെ സദ്യയാണെന്ന് വെച്ചാൽ സൂപ്പർ സദ്യയായിരുന്നേ. ഈ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. സൂപ്പർ സദ്യയായിരുന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ വേഗം തിരിച്ചെത്തി, വർക്കുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. കുറേ തിപ്പല്ലിയൊക്കെ പറിച്ചെടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ ശ്രീചേച്ചിയുടെ പൂച്ച ഇതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആസ്മ, ചുമ, അലർജി ഇതിനൊക്കെയുള്ള ഔഷധമാണ് തിപ്പല്ലി. അപ്പോൾ തിപ്പല്ലിയുടെ തണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിനുശേഷം പെട്ടെന്നൊരു പ്രോഗ്രാം ഇട്ടത് കേട്ടോ, അമ്മായിയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ താറാവുകളെയൊക്കെ വേഗം കൂട്ടിൽ കയറ്റി. ബാപ്പയുടെ സിസ്റ്ററാണ് കേട്ടോ അമ്മായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമ്മായി ഇപ്പോൾ പുതിയ വീട് വെച്ച് താമസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ അടിപൊളി ലോണും ലാൻഡ്സ്കേപ്പൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്ത് വെച്ച ഒരു എന്താ പറയുക വണ്ടർഫുൾ വീടാണ്. അപ്പം കൂടുതലൊന്നും വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല, എന്നാലും കുറച്ച് ചെടികളൊക്കെ വളർത്തിയ പാർട്ടൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ പലതരം മോൺസ്റ്ററുകളും അങ്ങനെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല നല്ല പോട്ട്സും ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ് കേട്ടോ. പിന്നെ അതേപോലെ വലിയ ചെടികൾ അങ്ങനെ തന്നെ, ചെടികൾ മീൻസ് വലിയ ട്രീസിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇൻഡോറായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതം പോലെ തോന്നിയിട്ടോ. സൂപ്പറാണ്. ഇടയ്ക്ക് നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ പൂളിൽ ഇറങ്ങാമെന്ന് കരുതിയപ്പോൾ പിന്നെ വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും ആ പൂളിൽ ഇറങ്ങിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഈ പ്ലാന്റ്സൊക്കെ വളരെ നേരത്തെ തന്നെ വളർത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊക്കത്തിൽ ഗോൾഡൻ ബാമ്പൊക്കെ കണ്ടില്ലേ, നല്ല പൊക്കത്തിലൊക്കെ വളർന്നിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് കല്ലുവാഴകളാണ്. കല്ലുവാഴകൾ അടിപൊളി പ്ലാന്റായിട്ട് നിർത്തിയിട്ടുണ്ട്. പ്ലാന്റിങ് ഐഡിയാസൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്.